ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുത പദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധൂഭയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ സ്കന്ധം 10 അധ്യായം 10 യമള അർജുന വൃക്ഷങ്ങളുടെ വിമോചനം എന്ന അധ്യായത്തിന്റെ ചെറിയൊരു വിവരണമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ അധ്യായത്തിൽ പറയുന്നത് കൃഷ്ണൻ ഇരു യമളാർജുന വൃക്ഷങ്ങളെ മറിച്ചിടുന്നതും അവയ്ക്കുള്ളിൽ നിന്ന് കുബേരപുത്രന്മാരായ നളകുബേരനും മണിഗ്രീവനും പുറത്തു വരുന്നതുമാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. മഹാശിവഭക്തരായിരുന്നു നളകുബേരനും മണിഗ്രീവനും. പക്ഷേ ഭൗതിക സമ്പത്തിന്റെ ആധിക്യം കാരണം ധൂർത്തരും ബോധഹീനരുമായി മാറിയ അവർ ഒരിക്കൽ നഗ്നരായ പെൺകുട്ടികളുമൊത്ത് ഒരു തടാകത്തിൽ ഉല്ലസിക്കുകയും ലജ്ജയില്ലാതെ അങ്ങുമിങ്ങും നടക്കുകയും ചെയ്തു. അപ്പോൾ നാരദ മഹർഷി ആ വഴി കടന്നു പോകാൻ ഇടയായി. സമ്പത്തും മിഥ്യാഹങ്കാരവും കാരണം മത്തുപിടിച്ചിരുന്ന അവർ നാരദമുനിയുടെ സാന്നിധ്യം അറിഞ്ഞിട്ടും ലജ്ജിതരായില്ല എന്നു മാത്രമല്ല നഗ്നരായി തുടരുകയും ചെയ്തു. സമ്പത്തും മിഥ്യാഹങ്കാരവും കാരണം അവർ സാമാന്യ മര്യാദ പോലും മറന്നുപോയി എന്നർത്ഥം. സ്വത്തും വലിയ പദവിയും ഒക്കെ ഉണ്ടാകുമ്പോൾ സാമാന്യ മര്യാദകൾ മറക്കുകയും നാരദ മഹർഷിയെ പോലെയുള്ള മഹാമുനിമാരെ പോലും വകവയ്ക്കാതിരിക്കുകയും ചെയ്യുക എന്നതൊക്കെ ഭൗതിക ഗുണങ്ങളുടെ സ്വഭാവമാണ്. ഇത്തരം ബോധഹീനർക്ക് അഹങ്കാര വിമൂഢാത്മ അങ്ങനെയുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ചും ഭക്തരെ അവഗണിക്കുന്നവർക്ക് ശരിയായ ശിക്ഷ വീണ്ടും ദാരിദ്ര്യബാധിതരാകുക എന്നത് തന്നെയാണ്. യമനിയമാദികൾ പരിശീലിപ്പിച്ച് മിഥ്യാഹങ്കാരം നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്ന് വൈദിക നിയമങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. തപസ ബ്രഹ്മചര്യേണ ശമേന ദമേന ച. അതായത് ഭൗതിക ലോകത്തിൽ സമ്പന്ന പദവിയുടെ അന്തസ് എത്ര താൽക്കാലികമാണെന്ന് ഒരു ദരിദ്രനെ ബോധ്യപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷെ ധനികൻ അത് മനസ്സിലാക്കാൻ കൂട്ടാക്കുകയുമില്ല. അതിനാൽ നാരദ മഹർഷി നളകുബേര മണിഗ്രീവന്മാരെ മന്ദരും ബോധഹീനരുമായ വൃക്ഷങ്ങളാകട്ടെ എന്ന് ശപിച്ചു. ഉചിതമായ ശിക്ഷ തന്നെയായിരുന്നു അത്. എന്നാൽ കൃഷ്ണന്റെ കാരുണ്യം മൂലം ഭഗവാനെ നേർക്കുനേർ കാണാനാവും വിധം ആ ഭാഗ്യം ആ ശിക്ഷയിലും അവർക്ക് ലഭിച്ചു. അതിനാൽ വൈഷ്ണവർ നൽകുന്ന ശിക്ഷ ഒരു ശിക്ഷയായി മാറില്ല. അത് ഒരു തരം കാരുണ്യ വർഷം തന്നെയാണ്. ദേവർഷി നൽകിയ ശാപം മൂലം നളകുബേര മണിഗ്രീവന്മാർക്ക് 2 യമള അർജുന വൃക്ഷങ്ങളായി കൃഷ്ണനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യവും പ്രതീക്ഷിച്ച് യശോദ നന്ദഗോപന്മാരുടെ വീട്ടുമുറ്റത്ത് നിൽക്കാനായി. ഭഗവാൻ കൃഷ്ണൻ ഭക്തന്റെ ആഗ്രഹമനുസരിച്ച് ഈ യമള അർജുന വൃക്ഷങ്ങളെ കടപുഴക്കി. നളകുബേര മണിഗ്രീവന്മാരെ കൃഷ്ണൻ മോചിപ്പിച്ചപ്പോൾ 100 ദേവവർഷങ്ങൾ കഴിഞ്ഞിരുന്നെങ്കിലും അവരുടെ പൂർവബോധം ഉണരുകയും ദേവന്മാർക്ക് ഉചിതമായ രീതിയിൽ അവർ കൃഷ്ണന് സ്തുതികൾ അർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കൃഷ്ണനെ നേർക്കുനേർ കാണാനുള്ള ഭാഗ്യം ലഭിച്ചപ്പോൾ നാരദമുനി എത്ര കാരുണ്യവാനായിരുന്നു എന്നവർക്ക് ബോധ്യമായി. അദ്ദേഹത്തോടുള്ള കടപ്പാട് രേഖപ്പെടുത്തുകയും കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പ്രദക്ഷിണം വെച്ചിട്ട് അവർ സ്വധാമങ്ങളിലേക്ക് മടങ്ങി. അപ്പോൾ നളകുബേരന്മാരുടെ ശാപമോക്ഷത്തിന്റെ കഥയാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. വിശദമായി നമുക്ക് ശ്ലോകങ്ങളിലൂടെ നോക്കാം. 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പരീക്ഷിത് മഹാരാജാവ് ശുകദേവ ഗോസ്വാമിയോട് ആരാഞ്ഞു, അല്ലയോ മഹാശക്തിമാനായ മഹാമുനെ, നാരദ മഹർഷിയുടെ ശാപം നളകുബേര മണിഗ്രീവന്മാർക്ക് ലഭിക്കാൻ ഇടയായത് എങ്ങനെയാണ്? നാരദൻ എന്ന മഹാമുനി പോലും കോപാകുലനാകും വിധം നിന്ദ്യമായ എന്ത് പ്രവൃത്തിയാണ് അവർ ചെയ്തത്? ദയവായി പറഞ്ഞു തരൂ. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ശുകദേവ ഗോസ്വാമി പറഞ്ഞു തുടങ്ങി,
അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, ശിവന്റെ സമ്പർക്കം നേടാൻ വേണ്ട ഉയർന്ന പദവി ലഭിച്ച കുബേരപുത്രന്മാർ വളരെ അഹങ്കാരികളായി തീർന്നു. കൈലാസ പർവ്വതത്തിലെ മന്ദാകിനി നദീ തീരത്തുള്ള ഒരു പൂന്തോട്ടത്തിൽ സഞ്ചരിക്കാൻ അവർക്ക് അനുവാദവും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വാരുണി എന്ന മദ്യം നിറയെ പാനം ചെയ്ത് ലഹരിയിൽ കലങ്ങി മറിഞ്ഞ കണ്ണുകളോടെ സ്ത്രീകളോടൊപ്പം പാട്ടും പാടി അവർ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അങ്ങനെ ഈ മണി സുഗ്രീവന്മാർക്ക് ഗ്രീവനും നളകുബേരൻ അവർ രണ്ടുപേരും കുബേരന്റെ മക്കളായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും അത്യധികം സമ്പത്തും പദവിയും എല്ലാം ഉണ്ടായിരുന്നതിന് പുറമെ മഹാശിവന്റെ ഭക്തനായതിനാൽ എല്ലാ സ്വാതന്ത്ര്യവും സർവ്വ സ്വാതന്ത്ര്യവും അവർക്ക് അനുഭവിക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ താമരപ്പൂക്കൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മന്ദാകിനി ഗംഗയിൽ പിടിയാനകളോടൊപ്പം ക്രീഡിക്കുന്ന രണ്ട് കൊമ്പൻ ആനകളെ പോലെ കുബേരപുത്രന്മാർ പെൺകിടാങ്ങൾക്ക് ഒപ്പം കളിച്ച് രസിച്ചു. പൊതുവെ പാപകർമ്മങ്ങളിൽ നിന്നുള്ള മോചനം നേടി സ്വയം പവിത്രീകരിക്കാനാണ് ജനങ്ങൾ ഗംഗാ നദിയിലേക്ക് പോകാറ്. ഇവിടെ ഇതാ പാപം ചെയ്യാനായി വിഡ്ഢികളായിട്ടുള്ള നളകുബേരന്മാർ ഗംഗയിൽ ഇറങ്ങുന്നതിന്റെ ഉദാഹരണം നമുക്ക് കാണാം. അങ്ങനെ ഗംഗയിൽ ഇറങ്ങിയതുകൊണ്ട് മാത്രം എല്ലാവരും ശുദ്ധി നേടുന്നില്ല. ഭൗതികമോ ആധ്യാത്മികമോ ആയ എല്ലാം തന്നെ നമ്മുടെ മാനസിക അവസ്ഥയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പൊ പവിത്രമായ ഗംഗാ നദിയിൽ കുളിച്ചാൽ സർവ്വ പാപങ്ങളും പോകും എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ എന്താഗ്രഹിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് മാനസിക അവസ്ഥയിലാണ് ആ ഗംഗാ സ്നാനം നടത്തുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും പാപങ്ങളുടെ നള്ളിഫൈ ചെയ്യുന്നതും പാപങ്ങൾ ഇല്ലാതാവുന്നതും പുണ്യങ്ങൾ കിട്ടുന്നതും. അപ്പോൾ ഓരോരുത്തരുടെ കർമ്മങ്ങൾക്കനുസരിച്ചായിരിക്കും അവർക്ക് അനുഭവേദ്യമാവുക എന്ന് സാരം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, ആ രണ്ട് ദേവകുമാരന്മാരുടെയും ഭാഗ്യം കൊണ്ട് ദേവർഷിയായ നാരദർ യാദൃശികമായി ആ വഴി വരാനിടയായി. ലഹരി പിടിച്ച് മയങ്ങിയ കണ്ണുകളോടെ അവരെ കണ്ട നാരദർക്ക് സ്ഥിതി വിശേഷങ്ങൾ മനസ്സിലായി. അവർ പരിപൂർണ നഗ്നരായിരുന്നു. മാത്രമല്ല പെൺകുട്ടികളോടൊപ്പം നഗ്നരായി നൃത്തം ചെയ്യുകയും ജലക്രീഡകളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. നാരദ മഹർഷി ആ വഴി വന്നപ്പോൾ അവരത് ഗൗനിച്ചതേ ഉണ്ടായില്ല. അങ്ങനെ നാരദ മുനിയെ കണ്ടപ്പോൾ നഗ്നരായിരുന്ന ദേവാംഗനമാർ ലജ്ജിച്ചുപോയി, പെൺകുട്ടികൾ ലജ്ജിച്ചുപോയി. പക്ഷെ ശാപം ലഭിച്ചേക്കുമെന്ന് ഭയന്ന് അവർ വേഗം വസ്ത്രങ്ങൾ കൊണ്ട് സ്വന്തം ശരീരം മറച്ചു. എന്നാൽ കുബേരാത്മജന്മാർ നളകുബേരനും മണിഗ്രീവനും ഇരുവരും അതങ്ങനെ ചെയ്യുകയുണ്ടായില്ല. അവർ നഗ്നരായി തന്നെ ജലക്രീഡകളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. നാരദ മഹർഷി വന്നതുപോലും അവരെ വകവച്ചില്ല എന്ന് സാരം. അങ്ങനെ നാരദ മഹർഷിയുടെ മുന്നിൽ അവർ നഗ്നത മറയ്ക്കാതെ നിന്നതായി പറയുന്നു. അങ്ങനെ ആ രണ്ട് ദേവപുത്രന്മാരെ നഗ്നരായും ഐശ്വര്യവും ദുരഹങ്കാരവും കൊണ്ട് മതോന്മത്തരായും ദർശിച്ച നാരദ മഹർഷി അവരിൽ സവിശേഷമായ കരുണ ചൊരിയാനായി ഒരു വിശേഷപ്പെട്ട ശാപം നൽകാൻ തീരുമാനിച്ച് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷിക്ക് ആ നളകുബേരന്മാരുടെ ആ ജലക്രീഡകൾ അധികം സഭായോഗ്യമായിട്ട് തോന്നിയില്ല. പരസ്യമായിട്ട് നഗ്നരായിട്ട് ജലക്രീഡകളിൽ ഏർപ്പെടുന്നത് വളരെ അനുചിതമാണ്. മാത്രമല്ല ഒരു സവിശേഷമായ വ്യക്തിത്വം ആ നാരദ മഹർഷി അതുവഴി വരുമ്പോൾ തീർച്ചയായിട്ടും നഗ്നത മറക്കേണ്ടത് അനിവാര്യവുമായിരുന്നു. പക്ഷേ മദ്യലഹരിയിൽ അവർ കലങ്ങിയ കണ്ണുകളോടെ നഗ്നതരായി തന്നെ തുടരുകയാണ് ഉണ്ടായത്. ഇതിൽ നാരദ മഹർഷിക്ക് അവരോട് അനുതാപപൂർവമായിട്ടുള്ള കരുണയാണ് തോന്നിയത് എന്നാണ് ഇവിടെ പറയുന്നത്. ആ കരുണയുടെ ഫലമായിട്ട് അവർക്ക് ശാപം കിട്ടാനും ഇടയായി എന്ന് പറയുന്നു. ആദ്യം നാരദ മഹർഷി കുപിതനാവുകയും ശപിക്കുകയും ചെയ്തുവെങ്കിലും ഒടുവിൽ നളകുബേര മണിഗ്രീവന്മാർക്ക് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെ മുഖത്തോട് മുഖം കാണാൻ സാധിക്കുന്ന വിധം ശാപമോക്ഷവും നൽകി. നാരദ മഹർഷി അരുൾ ചെയ്തു, സൗന്ദര്യം, കുലീനത, വിദ്യ, സമ്പത്ത് എന്നിങ്ങനെയുള്ള ഭൗതിക സുഖ ആകർഷണങ്ങളിൽ വച്ച് സമ്പത്താണ് മനുഷ്യന്റെ ബുദ്ധിയെ ഏറ്റവും അധികം ഭ്രമിപ്പിക്കുന്നത്. വിദ്യാഭ്യാസമില്ലാതെ സമ്പത്ത് കുന്നുകൂടി അഹങ്കാരം വർദ്ധിക്കുമ്പോൾ മദ്യവും സ്ത്രീയും ചൂതുകളിയും ഉപയോഗിച്ചുള്ള ധന ദുർവിനിയോഗമാണ് സംഭവിക്കുക. അങ്ങനെ ഈ രണ്ട് നളകുബേരന്മാർക്ക് നാരദ മഹർഷിയുടെ ശാപം കിട്ടാനിടയായി എന്നതാണ് സത്യം. തുടർന്ന് നമുക്ക് നോക്കാം. സമ്പത്തിനെ കുറിച്ചോ കുലീന കുടുംബങ്ങളിലെ ജനനത്തെക്കുറിച്ചോ മിഥ്യാഹങ്കാരം പൂണ്ടിരിക്കുന്നവരും സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാകാത്തവരുമായ മൂഢന്മാർ ചിലപ്പോൾ അതിക്രൂരന്മാരായി തീരുന്നു. തങ്ങളുടെ നശ്വരങ്ങളായ ശരീരങ്ങൾ
ജരാനരകൾ ബാധിക്കില്ലെന്നും നശിക്കില്ലെന്നും കരുതി അവയെ നിലനിർത്താനായി പാവം മൃഗങ്ങളെ നിഷ്കരുണം കൊല്ലുന്നു. ചിലപ്പോഴൊക്കെ ഒരു വിനോദയാത്ര രസിക്കാനായി പോലും അവർ മൃഗങ്ങളെ കൊല്ലുന്നു. അപ്പൊ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എന്നാണ് ഇവിടെ വിവരിക്കുന്നത്. ശ്ലോകം 10 പറയുന്നു, ജീവിച്ചിരിക്കുമ്പോൾ ഒരുവൻ താനൊരു വലിയ ആളാണെന്നോ മന്ത്രിയാണെന്നോ രാഷ്ട്രപദവി ഉള്ള ആളാണെന്നോ ദേവൻ പോലുമാണെന്നോ ശരീരത്തെ ചൊല്ലി അഹങ്കരിച്ചേക്കാം. പക്ഷെ എന്തു തന്നെ ആയാലും മരണശേഷം ഈ ശരീരം പുഴുവോ മലമോ ഭസ്മമോ ആയി മാറും. ശരീരത്തിന്റെ താൽക്കാലിക ഭ്രമങ്ങളെ തൃപ്തിപ്പെടുത്താനായി പാവം മൃഗങ്ങളെ കൊല്ലുന്നവർ അടുത്ത ജന്മത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും എന്ന് തിരിച്ചറിയുന്നില്ല. അത്തരം ദ്രോഹങ്ങൾ ചെയ്യുന്ന പാപിയായ ഒരുവൻ നരകത്തിൽ പോയി തന്റെ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കേണ്ടി വരും തന്നെ ചെയ്യും. അപ്പോ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ജീവിച്ചിരിക്കുമ്പോൾ ഈ ശരീരം അന്നദാതാവിനോ അവനവനോ അച്ഛനോ അമ്മയ്ക്കോ മാതാമഹനോ സ്വന്തമാണോ, അതോ ഇത് ബലമായി കീഴടക്കുന്നവന്റെയോ അടിമയായി വിലയ്ക്ക് വാങ്ങിയവന്റെയോ അഗ്നിയിൽ ദഹിപ്പിക്കുന്ന പുത്രന്മാരുടെയോ സ്വന്തമാണോ? അഗ്നിയിൽ ദഹിപ്പിച്ചില്ലെന്ന് വന്നാൽ അത് തിന്നുന്ന നായ്ക്കളുടേതാണോ? ഇങ്ങനെയുള്ള വിവിധ അവകാശങ്ങൾക്കിടയിൽ ആരാണ് യഥാർത്ഥ അവകാശി? ഇത് മനസ്സിലാക്കാതെ പാപങ്ങൾ ചെയ്ത് ശരീരത്തെ പോറ്റുന്നത് കാമ്യമല്ല തന്നെ. എത്രയായാലും നശിച്ചു പോകാൻ സാധ്യതയുള്ള നമ്മുടെ ഈ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഇവരുടെ പ്രവൃത്തികളിലൂടെ മനസ്സിലാക്കാം. അപ്പോ അങ്ങേറ്റം പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് നളകുബേരന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതുപോലുള്ള പരിതാപകരമായ അവസ്ഥയിലാണ് സാധാരണ ജനങ്ങളും മുഴുകി കഴിയാറ്. ഈ ശരീരം അവ്യക്ത പ്രകൃതിയിൽ നിന്ന് ജനിച്ച് നശിക്കുകയും പ്രകൃതിയിലെ ധാതുക്കളിലും ഘടകങ്ങളിലും ലയിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇത് എല്ലാവരുടെയും പൊതു സമ്പത്ത് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഈ ശരീരം തന്റേതെന്ന് അവകാശപ്പെടുകയും അതിനെ നിലനിർത്താനായി മൃഗങ്ങളെ കൊല്ലുന്നത് പോലുള്ള പാപങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവൻ മൂഢനല്ലേ? മൂഢനല്ലെങ്കിൽ ഒരുവൻ ഒരിക്കലും അത്തരം ഹീനകർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും മനുഷ്യന് അവന്റെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് സാരം. എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഞാൻ ഈ ശരീരമാണെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവർക്കാണ് ഈ മൂഢത്വം ലഭിക്കുക. അതിനാൽ ഈ ശരീരമല്ല താനെന്നും യഥാർത്ഥത്തിൽ ദേഹത്തിനകത്ത് ഇരിക്കുന്ന ദേഹിയാണ് ഞാൻ എന്നും തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ ജ്ഞാനം. ശ്ലോകം 13 എന്താ പറയുന്നത് നോക്കാം. സമ്പത്തിൽ അഹങ്കരിക്കുന്ന മൂഢന്മാരായ നാസ്തികരും ധിക്കാരികളും വസ്തുക്കളെ യഥാരൂപം കാണുന്നതിൽ പരാജയപ്പെടുന്നു. അതിനാൽ ദാരിദ്ര്യത്തിലേക്ക് മടങ്ങുക എന്നതാണ് വസ്തുക്കളെ അതേപടി കാണാൻ അവരുടെ കണ്ണുകൾക്കുള്ള ഉത്തമ ലേപനം. ഒന്നുമില്ലെങ്കിലും ദാരിദ്ര്യമുള്ളവൻ അത് എത്ര വേദനാജനകമെന്ന് തിരിച്ചറിയുന്നതിനാൽ അന്യർക്ക് തന്റെ അവസ്ഥ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഒരിക്കൽ സൂചി കുത്തേറ്റവന് അത് ഏൽക്കുന്നവരുടെ മുഖം കണ്ടാൽ അവരനുഭവിക്കുന്ന വേദന മനസ്സിലാക്കാനാവും. എല്ലാവർക്കും ഒരുപോലെയാണോ വേദന എന്ന് തിരിച്ചറിഞ്ഞാൽ മറ്റുള്ളവർ അത് അനുഭവിക്കണമെന്ന് അവൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. പക്ഷെ ഒരിക്കലും സൂചി കൊണ്ടുള്ള കുത്തേറ്റിട്ടില്ലാത്തവന് ആ വേദന മനസ്സിലാകാനും പോകുന്നില്ല. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, ദരിദ്രൻ സ്വാഭാവികമായും തപസ്സിനും നിഷ്ഠകൾക്കും വിധേയനായി തീരുന്നു. കാരണം അവന് ഒന്നും സ്വന്തമാക്കാനുള്ള സമ്പത്തില്ല. അതിനാൽ അവന്റെ മിഥ്യാഹങ്കാരം മാഞ്ഞു പോകുന്നു. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്നിവയ്ക്ക് എപ്പോഴും ബുദ്ധിമുട്ടുള്ളതിനാൽ വിധിവശാൽ കിട്ടുന്നത് കൊണ്ട് അവൻ തൃപ്തിപ്പെട്ടു വരുന്നു. ഒഴിവാക്കാനാവാത്ത ഇത്തരം കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം നല്ലത് തന്നെയാണ്. കാരണം അത് അവനെ ശുദ്ധീകരിക്കുകയും ദുരഹങ്കാരത്തിൽ നിന്ന് മുക്തനാക്കുകയും ചെയ്യും. അപ്പോ പണവും പദവിയും നമ്മളെ അഹങ്കാരഭരിതരാക്കും എന്നതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എന്നാൽ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടിയാൽ അത് തന്നെയാണ് ഏറ്റവും സംതൃപ്തികരം. എപ്പോഴും വിശന്നും ആവശ്യത്തിന് ഭക്ഷണം കൊതിച്ചും കഴിയുന്ന ദരിദ്രൻ ക്രമേണ ക്ഷീണിച്ചു വരുന്നു. അധിക ശക്തിയില്ലാതെ ഇന്ദ്രിയങ്ങളും തനിയെ ശാന്തരാകും. അതിനാൽ ദരിദ്രനായ വ്യക്തിക്ക് ഉപദ്രവകരവും പരദ്രോഹപരവുമായ പ്രവൃത്തികൾ ചെയ്യാനും ആവില്ല. ചുരുക്കത്തിൽ സാധുക്കളായ സജ്ജനങ്ങൾ സ്വയം ഏറ്റു ചെയ്യുന്ന കഠിനവ്രതങ്ങളുടെയും തപസ്സുകളുടെയും ഫലം ദരിദ്രന് താനേ ലഭിക്കുന്നു എന്ന് സാരം. അപ്പോ എത്ര സമ്പത്തുണ്ടായാലും എത്ര ആനന്ദത്തിൽ കഴിഞ്ഞിരുന്നാലും തീർച്ചയായിട്ടും അത് ഇല്ലാത്തവരുടെ ദുഃഖത്തെ പറ്റി അല്ലെങ്കിൽ ഇല്ലാത്തവരുടെ അവസ്ഥയെ പറ്റി ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എങ്കിൽ മാത്രമേ അവർക്കും അവരുടെ ദുഃഖത്തെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.
സമ്പന്നതയിൽ കളിച്ചു വളരുമ്പോൾ ദരിദ്രരുടെ അവസ്ഥയെപ്പറ്റി ഒരിക്കലും ആരും ചിന്തിക്കുന്നില്ല. സാധുക്കൾ ധനികരുമായി ഇടപഴകുന്നതിനേക്കാൾ സ്വതന്ത്രമായി പാവപ്പെട്ടവരുമായി സമ്പർക്കം പുലർത്താറുണ്ട്. സാധുക്കളുമായുള്ള സമ്പർക്കം മൂലം പെട്ടെന്ന് ഭൗതിക സുഖങ്ങളിൽ താല്പര്യം കുറഞ്ഞ് ഹൃദയത്തിലെ മാലിന്യങ്ങൾ ഒഴിഞ്ഞ് ദരിദ്രൻ ശുദ്ധനാകും. ഇവിടെ സാധുക്കൾ എന്നുദ്ദേശിച്ചത് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന വൈഷ്ണവൻ എന്ന് സാരം. വൈഷ്ണവൻ എത്ര സമ്പന്നതയിലായാലും അയാൾ എപ്പോഴും ദരിദ്രന്റെ അവസ്ഥയിലേക്ക് ഇരിക്കാനാണ് താല്പര്യപ്പെടുക. കാരണം അയാൾക്ക് ആ സമ്പത്തിനോടോ പദവിയോടോ യാതൊരു അറ്റാച്ച്മെന്റും ഉണ്ടായിരിക്കില്ല. എത്ര തന്നെ സമ്പത്തുണ്ടായാലും എത്ര വലിയ പൊസിഷനിൽ ഇരുന്നാലും അയാൾ ഒരു വൈഷ്ണവനാണെങ്കിൽ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നതാകയാൽ എല്ലായ്പ്പോഴും താഴ്മയും എളിമയും അയാളിൽ പ്രകടമായി കാണും. കാരണം ഇതിലൊന്നും തന്നെ അയാൾ ആസക്തനാകുന്നില്ല എന്ന് സാരം. മാത്രമല്ല ഇതെല്ലാം ഭഗവാന്റേതാണ് എന്ന ഒരു ബോധത്തോട് ആയിരിക്കും അയാൾ ജീവിക്കുക. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യ ദുഃഖം എന്താണെന്ന് അറിയുന്ന അയാൾക്ക് എല്ലായ്പ്പോഴും വ്രതം എടുക്കുന്നതിനും തപശ്ചര്യകളിൽ ഏർപ്പെടുന്നതിനും യാതൊരു മടിയും ഉണ്ടാവില്ല. എത്ര തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടാലും ഏകാദശി വ്രതം നോക്കുന്ന ധനികന് അതിലൊന്നും യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. സുഖമായിട്ട് അയാൾക്ക് ആ ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എന്നാൽ മറ്റുള്ളവർക്ക് സേവ ചെയ്തുകൊണ്ട് അയാൾക്ക് സുഖമായി ഒരു ദിവസത്തെ ഏകാദശി വ്രതം നോക്കാനും സാധിക്കും. അപ്രകാരം ഒരു സാധുവിനെ കൊണ്ട് മാത്രമേ ധനികരെക്കാൾ കൂടുതൽ ദരിദ്രരുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ശ്ലോകം 18 പറയുന്നത്, സാധുക്കൾ അഥവാ സജ്ജനങ്ങൾ ദിവസത്തിലെ 24 മണിക്കൂറും കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുന്നു. അവർക്ക് മറ്റൊരു താല്പര്യവും ഇല്ല തന്നെ. അത്തരം ശ്രേഷ്ഠരായ ആത്മീയ പുരുഷന്മാരുടെ സത്സംഗത്തെ ഗണിക്കാതെ മിക്കവാറും സമ്പന്നരും അഹങ്കാരികളുമായ ഭൗതികവാദികളുമായി ഇടപഴകാനും ഭക്തിഹീനരുടെ ആശ്രയം സ്വീകരിക്കാനും മനുഷ്യർ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് സ്വബോധം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സ്വന്തം ശരീരമാണ് യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ശരീരമാണ് സ്വന്തം ഞാൻ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ആത്മാവിനെ പറ്റി യാതൊരു അറിവും കിട്ടുന്നില്ല. സ്വന്തം ആത്മാവിനെ പറ്റി തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഈ ശരീരം എത്രത്തോളം നിസ്സാരമാണ് എന്ന് ബോധ്യമാവുക. ശ്ലോകം 19 പറയുന്നു, അതിനാൽ വാരുണി അഥവാ മാഥി എന്ന മദ്യം പാനം ചെയ്ത് ലക്കുകെട്ടിരിക്കുന്നവരും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാകാത്തവരും സ്വർഗീയ ഐശ്വര്യങ്ങൾ കാരണം മത അന്ധന്മാരായിരിക്കുന്നവരും സ്ത്രീജിതരുമായിട്ടിരിക്കുന്ന അവരെ ഞാൻ മിഥ്യാഹങ്കാരത്തിൽ നിന്ന് വിമുക്തരാക്കട്ടെ എന്നാണ് നാരദ മഹർഷി ആത്മഗതം ചെയ്യുന്നത്. അതായത് ഇവിടെ പറയുന്നത്, നളകുബേരന്മാർ നഗ്നരായിട്ട് ജലക്രീഡകളിൽ ഏർപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ, പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ നാരദ മഹർഷിക്ക് അവരോട് കാരുണ്യമാണ് തോന്നുന്നത് എന്നാണ് സാരം. ആ കാരുണ്യത്തിന്റെ ഫലമായിട്ടാണ് അവർ വൃക്ഷങ്ങളായി പോകട്ടെ എന്ന ശാപത്തിനും ആധാരം. അങ്ങനെ വൃക്ഷങ്ങളായി നിൽക്കുമ്പോൾ അവർക്ക് നഗ്നത മറക്കേണ്ട ആവശ്യവും വരുന്നില്ലല്ലോ. അപ്രകാരം നഗ്നത പ്രദർശിപ്പിക്കുന്ന ഏവർക്കും പിന്നീട് വൃക്ഷങ്ങളുടെ ജീവിതം ലഭിക്കാനിടയാകും എന്ന സത്യവും ഇവിടെ നാരദ മഹർഷി വെളിവാക്കുന്നു. ശുകദേവ ഗോസ്വാമി തുടരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് മഹാനായ ദേവർഷി നാരദർ തന്റെ ആശ്രമമായ നാരായണ ആശ്രമത്തിലേക്ക് മടങ്ങി. നളകുബേര മണിഗ്രീവന്മാരാകട്ടെ 2 യമള അർജുന വൃക്ഷങ്ങളുമായി മാറി. അപ്പോൾ നാരദ മഹർഷിയുടെ ശാപം കാരണം ആ 2 നളകുബേരന്മാർക്ക് വൃക്ഷങ്ങളായി മാറേണ്ടി വന്നു. അവർ യശോദാമയ്യയുടെയും നന്ദഗോപരുടെയും വീട്ടുമുറ്റത്ത് 2 വൃക്ഷങ്ങളായി വളർന്നു വരുന്നു എന്നതാണ് സത്യം. തന്റെ ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ നാരദ മഹർഷിയുടെ വാക്കുകളെ സത്യമാക്കുവാനായി പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണൻ ആ 2 അർജുന വൃക്ഷങ്ങൾ നിൽക്കുന്നിടത്തേക്ക് പതുക്കെ ഉരലിൽ കെട്ടിയിരിക്കുന്ന ദാമോദരന്റെ ഭാവത്തിൽ പതുക്കെ ആ വൃക്ഷങ്ങളുടെ അടുത്തേക്ക് പോയതായി ഇവിടെ ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനെ പറഞ്ഞു കൊടുക്കുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ദാമോദരന്റെ ആ അവസ്ഥ ഉലൂഖ ബന്ധനം എന്ന അധ്യായത്തിലൂടെ മനസ്സിലാക്കിയിരുന്നു. യശോദമയ്യ ചെറിയ കൃഷ്ണനെ പിടിച്ച് ഉരലിനോട് ചേർത്ത് കെട്ടിയിട്ടിരുന്ന കാര്യം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാനാകും. അപ്പോ ഈ ഭാഗത്ത് പറയുന്നത്, ഈ നളകുബേരന്മാർ 2 അർജുന വൃക്ഷങ്ങളായിട്ട് യമള അർജുന വൃക്ഷങ്ങളായി നിൽക്കുന്നിടത്തേക്ക്
ആ ഉലൂഖ ബന്ധിതനായിരിക്കുന്ന ഭഗവാൻ, ദാമോദരനായിരിക്കുന്ന ഭഗവാൻ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ മുട്ടുകാലിൽ ഇഴഞ്ഞുകൊണ്ട് ആ വൃക്ഷങ്ങളുടെ സമീപത്തേക്ക് പോയതായി പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ശ്ലോകം 26. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ആ 2 അർജുന വൃക്ഷങ്ങളുടെ നടുവിലേക്ക് കടന്നപ്പോൾ അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന ഉരൽ മരങ്ങൾക്കിടയിൽ കുറുകെ കുടുങ്ങി. അങ്ങനെ തന്റെ വയറിൽ ചേർത്ത് കെട്ടിയ മര ഉരലിനെ ശക്തിയായി തന്റെ പിന്നാലെ വലിച്ച് ഉണ്ണികൃഷ്ണൻ ആ 2 വൃക്ഷങ്ങളെയും കടപുഴക്കി വീഴ്ത്തി. പരമപുരുഷന്റെ മഹാശക്തിയാൽ ആ 2 മരങ്ങൾ തായ്തടിയോടും ശാഖകളോടും ഇലകളോടും ഒപ്പം ആടി ഉലഞ്ഞു വൻ ശബ്ദത്തോടെ നിലംപതിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ദാമോദര ലീല എന്നാണ് ഈ ലീല അറിയപ്പെടുന്നത്. അതിനാൽ കൃഷ്ണനെ ദാമോദരൻ എന്നും വിളിക്കുന്നു. ഹരിവംശം ഇങ്ങനെ പ്രസ്താവിച്ചിട്ടുണ്ട്: സാക്ഷ തൈനൈവ നനാസ്തു കൃഷ്ണോ വൈ ദാമബന്ധനാത് ഗോഷ്ഠേ ദാമോദര ഇതി ഗോപിഭി പരീഗീയതേ. അപ്പോ അടുത്ത ശ്ലോകത്തിൽ പറയുന്ന അനന്തരം അർജുന മരങ്ങൾ വീണിടത്ത് 2 അഗ്നിയുടെ ശോഭയോടെ സിദ്ധന്മാരായ 2 മഹാവ്യക്തികൾ മരങ്ങൾക്കുള്ളിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. അവരുടെ കാന്തി എല്ലാ ദിക്കുകളെയും പ്രകാശിപ്പിച്ചു. തലകുനിച്ച് കൃഷ്ണന് പ്രണാമങ്ങൾ അർപ്പിച്ച് അഞ്ജലി കൂപ്പിക്കൊണ്ട് അവർ ഈ വിധം പറഞ്ഞു തുടങ്ങി. അപ്പോൾ യമുല അർജുന വൃക്ഷങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്ന ആ നളകുബേരന്മാർക്ക് അവരുടെ പൂർവ്വ ശരീരം ലഭ്യമാവുകയും അവർ ഇരുവരും കൈകൾ കൂപ്പിക്കൊണ്ട് ഭഗവാനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചതായും കാണാം: അല്ലയോ കൃഷ്ണ, ഹേ കൃഷ്ണ, അങ്ങയുടെ ഐശ്വര്യപൂർണമായ യോഗശക്തികൾ സങ്കല്പാതീതമാണ്. പരമദിവ്യോത്തമ പുരുഷനും ആദി പുരുഷനുമായ അങ്ങ് പ്രത്യക്ഷവും പരോക്ഷവുമായ സർവ കാരണങ്ങൾക്കും കാരണക്കാരനും ഭൗതിക സൃഷ്ടികൾക്ക് അതീതനുമാണ്. പണ്ഡിതരായ ബ്രാഹ്മണർക്ക് സർവം അഖിലതം ബ്രഹ്മ എന്ന വേദസൂക്തത്തിന്റെ അഭിപ്രായ അടിസ്ഥാനത്തിൽ അങ്ങാണെല്ലാം എന്നും ഈ പ്രത്യക്ഷ പ്രപഞ്ചം അതിന്റെ സ്ഥൂലവും സൂക്ഷ്മവുമായ ഭാവങ്ങളിൽ അങ്ങയുടെ രൂപം തന്നെയാണെന്നും തിരിച്ചറിയുന്നു. അങ്ങനെ നളകുബേരന്മാർ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് ഈ ശ്ലോകങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. പരമദിവ്യോത്തമ പുരുഷനായ അങ്ങ് എല്ലാറ്റിന്റെയും നേതാവാണ്. ശരീരം, പ്രാണൻ, അഹങ്കാരം, ഇന്ദ്രിയങ്ങൾ എന്നിങ്ങനെ പ്രാണികളുടേതായ എല്ലാം അങ്ങ് തന്നെയാണ്. പരമദിവ്യോത്തമ പുരുഷനും വിഷ്ണുവും അവ്യയനുമായ നേതാവും അങ്ങ് തന്നെയാണ്. കാലവും പ്രത്യക്ഷ കാരണവും സത്വരജ തമസുകൾ അടങ്ങുന്ന ഭൗതിക പ്രകൃതിയും അങ്ങ് തന്നെയാണ്. ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ മൂല കാരണം നിന്തിരുവടിയാകുന്നു. പരമാത്മാവും അങ്ങ് ആകയാൽ എല്ലാ ജീവാത്മാക്കളുടെയും ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്നതൊക്കെയും അങ്ങ് അറിയുന്നു. ഇവിടെ ഒരു പരമസത്യമാണ് നളകുബേരന്മാർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതാ എല്ലാ ജീവജാലങ്ങൾക്കുള്ളിലും ഭഗവാൻ പരമാത്മ രൂപേണ കുടികൊള്ളുകയും ആ പരമാത്മാവിന് ഓരോ ജീവാത്മാവിന്റെയും എല്ലാ പ്രവൃത്തികളെ പറ്റിയും തിരിച്ചറിയാനും സാധിക്കുന്നു എന്ന സത്യമാണ് ഇവിടെ വെളിവാകുന്നത്. വാമന പുരാണത്തിലെ ഈ ശ്ലോകം ശ്രീപാദ മാധ്വാചാര്യർ ഉദ്ധരിക്കുന്നുണ്ട്. രൂപ്യത്വാതു ജഗദ്രൂപം വിഷ്ണു സാക്ഷാത് സുഖാത്മകം നിത്യപൂർണം സമുദ്ദിഷ്ടം സ്വരൂപം പരമാത്മന എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അല്ലയോ ഭഗവാനെ, സൃഷ്ടിക്ക് മുമ്പ് തന്നെ അങ്ങുണ്ട്. അങ്ങനെ തന്നെ ഇരിക്കെ ഈ ഭൗതിക ലോകത്തിൽ ഭൗതിക ഗുണങ്ങളുള്ള ഒരു ശരീരത്തിൽ കുടുങ്ങിയ ആർക്കാണ് അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കുക? അപ്പൊ ഈ ഭൗതിക ലോകത്ത് വന്ന് ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരത്തിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന ജീവാത്മാക്കളായ നമ്മൾക്ക്, ആ ദേഹിക്ക് എങ്ങനെയാണ് ഭഗവാന്റെ പരമദിവ്യോത്തമം അറിയാൻ സാധിക്കുക എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ശ്ലോകം 33 പറയുന്നു: സ്വന്തം ശക്തിയാൽ മഹിമകളെ മറച്ചിരിക്കുന്ന അങ്ങ് പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ്. സൃഷ്ടിയുടെ ആദി രൂപമായ സംഘർഷണനും ചതുർവ്യൂഹത്തിന്റെ മൂലമായ വാസുദേവനും അങ്ങ് തന്നെയാണ് സർവവും പരബ്രഹ്മവും. അതിനാൽ ഞങ്ങൾ അങ്ങയെ സാദരം പ്രണമിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ സച്ചിദാനന്ദ വിഗ്രഹനായിട്ടുള്ള സത്ശക്തിയിൽ നിന്ന് വന്നിരിക്കുന്ന ആദ്യത്തെ എക്സ്പാൻഷനായ ബലറാമിൽ നിന്നും വന്ന ആദ്യത്തെ ചതുർവ്യൂഹ സംഘർഷണ, പ്രത്യുത്മന, അനിരുദ്ധ, വസുദേവ ഇതെല്ലാം ഭഗവാൻ തന്നെയാകുന്നു എന്നാണ് ഇവിടെ നളകുബേരന്മാർ ഉറപ്പിച്ചു പറയുന്നത്. കൃഷ്ണനെ വിശദമായി അറിയാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തിന് സാദര പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് വേണ്ടത്. കാരണം എല്ലാറ്റിന്റെയും കാരണം ഭഗവാൻ തന്നെയാണ് എന്നല്ല, സർവവും അദ്ദേഹം തന്നെയാണ്. ഭൗതിക ഗുണങ്ങളാൽ ആവൃതരായതുകൊണ്ട് മാത്രമാണ് കൃഷ്ണൻ സ്വയം വെളിപ്പെടുത്തി തന്നില്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാനും സാധിക്കാത്തത്.
അദ്ദേഹമാണ് സർവമെന്ന് അംഗീകരിച്ച് ആ പാദപത്മങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഭഗവാന്റെ ആ സുപ്രീമസി കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണ മത്സ്യത്തിന്റെയും ആമയുടെയും പന്നിയുടെയും ഒക്കെ പോലെയുള്ള ശരീരങ്ങളിൽ അവതരിച്ച് ആ ജീവികൾക്ക് ഒരിക്കലും ചെയ്യാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ, അസാധാരണവും അനുപമവും അളവറ്റ വീര്യവും ശക്തിയുമുള്ളതുമായ അതീന്ദ്രിയ പ്രവൃത്തികൾ ഭഗവാൻ ചെയ്യുകയുണ്ടായി. അതിനാൽ അങ്ങയുടെ ഈ ദേഹങ്ങൾ ഭൗതിക വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതല്ല എന്ന് തിരിച്ചറിയുന്നു. അങ്ങയുടെ പരമമായ വ്യക്തിത്വത്തിന്റെ അവതാരങ്ങളാണ് ഇവയെല്ലാം. ഭൗതിക ലോകത്തിലെ എല്ലാ ജീവസത്തകളുടെയും നന്മയ്ക്കായി പരിപൂർണ ശക്തികളോടെ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന അങ്ങ് അതേ പരമദിവ്യോത്തമ പുരുഷൻ തന്നെ എന്ന് നളകുബേരന്മാർ തിരിച്ചറിയുന്നു. ശ്ലോകം 36 പറയുന്നു, അല്ലയോ പരമമംഗളകാരി, പരമമായ നന്മയുടെ മൂർത്തിമത് ഭാവമായ അങ്ങേക്ക് ഞങ്ങളുടെ സാദര പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. യദുവംശത്തിൽ യദുകുലനാഥനായി വന്നു പിറന്നിരിക്കുന്ന അല്ലയോ വാസുദേവ സുധ, പരമശാന്തനായ അങ്ങയുടെ പാദാംബുജങ്ങളിൽ ഞങ്ങളുടെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അങ്ങനെ നളകുബേരന്മാർ സർവവും മറന്ന് ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ സമർപ്പിച്ച് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ പറയുന്നു, ഹേ മഹദ്രൂപ, ഞങ്ങൾ എപ്പോഴും അങ്ങയുടെ ദാസന്മാരുടെ, പ്രത്യേകിച്ചും നാരദ മുനിയുടെ ദാസന്മാരാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് സ്വഗൃഹത്തിലേക്ക് പോകാൻ അനുവാദം തന്നാലും നാരദ മഹർഷിയുടെ അനുഗ്രഹത്താലും കരുണയാലുമാണ് ഞങ്ങൾക്ക് അങ്ങയെ മുഖാമുഖം ദർശിക്കുവാൻ സാധിച്ചത്. ഞങ്ങളുടെ വാക്കുകൾ സദാ അങ്ങയുടെ ലീലകൾ വർണ്ണിക്കുന്നവയാകട്ടെ, ഞങ്ങളുടെ ചെവികൾ അങ്ങയുടെ കീർത്തികൾ ശ്രവിക്കുന്നവരാകട്ടെ, ഞങ്ങളുടെ കൈകാലുകൾ, മറ്റിന്ദ്രിയങ്ങൾ എന്നിവ അങ്ങയെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ മുഴുകട്ടെ. ഞങ്ങളുടെ മനസ്സുകൾ എപ്പോഴും അങ്ങയുടെ പാദാംബുജങ്ങളെ സ്മരിക്കട്ടെ. ഈ ജഗത്തിലുള്ളതെല്ലാം നെന്തിരുവടിയുടെ വിവിധ രൂപങ്ങളാകയാൽ ഞങ്ങളുടെ ശിരസുകൾ അവയെ പ്രണമിക്കട്ടെ. ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയിൽ നിന്നും വ്യത്യസ്തരല്ലാത്ത വൈഷ്ണവരെ ദർശിക്കുന്നതിൽ മുഴുകട്ടെ. അങ്ങനെ ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനെ മനസ്സിലാക്കുന്ന പ്രക്രിയയാണ് ഈ വിധത്തിലെല്ലാം ചെയ്യേണ്ടത് എന്ന് സാരം. അത് തന്നെയാണ് യഥാർത്ഥ ഭക്തി. അതായത് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം, സർവവും ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്തുക തന്നെ വേണം. ഹൃഷികേണ ഹൃഷികേശ സേവനം ഭക്തി റുച്ചതേ. നാരദീയ പഞ്ചരാത്രികയിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാം, മനസ്സ്, ശരീരം, ഇന്ദ്രിയങ്ങൾ എല്ലാം ഭഗവാന്റെ സേവനത്തിൽ മുഴുകണം. അങ്ങനെയായാൽ ഞാൻ ഈ ശരീരമാണെന്നുള്ള ബോധത്തിനുപരി ഞാൻ ഈ ആത്മാവാണെന്നും ഈ ആത്മാവ് ഭഗവാന്റെ അംശമാണെന്നും അംശത്തിന് പരിപൂർണനായിട്ടുള്ള ഭഗവാനെ സേവ ചെയ്യുകയാണ് നമ്മുടെ യഥാർത്ഥ കർത്തവ്യം എന്നും തിരിച്ചറിയണം. അപ്രകാരം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭഗവത് ഭക്തിയുത സേവനത്തിൽ സദാസമയവും മുഴുകുന്ന വൈഷ്ണവരാണ് യഥാർത്ഥ സാധുക്കൾ. അവർക്ക് ഭഗവാനെ മറന്നിട്ടൊരു ജീവിതം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സദാചാര ബോധവും സാമാന്യ ബുദ്ധിയും എല്ലാം അവർക്ക് സ്വായത്തമായിരിക്കും. സമ്പത്തും സമൃദ്ധിയും ഉണ്ടായാൽ പോലും അതിലൊന്നും ഒട്ടും ആസക്തരാകാതെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ മുന്നേറാൻ സാധുക്കൾക്ക് സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ശുകദേവ ഗോസ്വാമി തുടർന്ന് പറഞ്ഞു, ആ 2 ദേവകുമാരന്മാരും പരമദിവ്യോത്തമ പുരുഷനെ ഇപ്രകാരം സ്തുതിച്ചു. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണൻ എല്ലാറ്റിന്റെയും എന്ന പോലെ ഗോകുലത്തിന്റെയും ഈശ്വരനാണെങ്കിലും ഗോപികമാരുടെ കയറുകൊണ്ട് ഇപ്പോൾ മര ഉരലിൽ ബന്ധനസ്ഥനാണ്. അതിനാൽ മലർക്കയെ പുഞ്ചിരി തൂകിക്കൊണ്ട് അദ്ദേഹം കുബേരപുത്രന്മാരോട് ഇപ്രകാരം പറഞ്ഞു. കൃഷ്ണൻ പുഞ്ചിരി തൂകിയതിന്റെ പിന്നിൽ ഈ ചിന്തയായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ പതിച്ച ഈ ദേവകുമാരന്മാരെ ഏറെ കാലം വൃക്ഷങ്ങളായി നിന്ന അവസ്ഥയിൽ നിന്ന് ഭഗവാൻ മോചിപ്പിച്ചു. പക്ഷേ ഭഗവാനാകട്ടെ ഗോപികമാരുടെ ശിക്ഷയ്ക്ക് വിധേയനായി കയറിൽ ബന്ധിതനായും കിടക്കുന്നു. കൃഷ്ണൻ ഗോപികമാരുടെ ബന്ധനത്തിനും ശിക്ഷയ്ക്കും വിധേയനാകാനുള്ള കാരണം ഭക്തർക്ക് പല രൂപത്തിൽ വാഴ്ത്തിപ്പെടാനാവും വണ്ണമുള്ള അവരുടെ സ്നേഹവും മമതയും തന്നെയാണ്. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, മഹർഷി നാരദമുനി അതീവ കാരുണ്യവാനാണ്. ഭൗതിക സമ്പത്തിൽ ഭ്രമിച്ച് ഉന്മത്തരായി കണ്ണു കാണാതായ നിങ്ങളിൽ ശാപത്താൽ വലിയ അനുഗ്രഹം ചൊരിയുകയാണ് അദ്ദേഹം ചെയ്തത്. സ്വർഗത്തിൽ നിന്ന് നിപതിച്ച് വൃക്ഷങ്ങളായി തീർന്നെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതെല്ലാം എനിക്ക് പണ്ടേ തന്നെ അറിയാമായിരുന്നു എന്ന് ഭഗവാൻ അവരോട് പറയുന്നു. ഭക്തന്റെ ശാപവും അനുഗ്രഹമായി കാണണമെന്ന് പരമദിവ്യോത്തമ പുരുഷൻ ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. ഭഗവാൻ കൃഷ്ണൻ സർവമംഗളകാരി ആണെന്നത് പോലെ
വൈഷ്ണവനും സർവമംഗളകാരി തന്നെയാണ്. അദ്ദേഹം ചെയ്യുന്നതെല്ലാം എല്ലാവർക്കും നല്ലതിനു വേണ്ടി മാത്രം. ഇത് ഇനി വരുന്ന ശ്ലോകത്തിൽ വ്യക്തമാകുന്നുമുണ്ട്. അതായത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, സൂര്യനുമായി നേർക്കുനേർ വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണുകളെ അന്ധകാരം ബാധിക്കില്ല. അതുപോലെ ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം ചെയ്ത ദൃഢനിശ്ചയമുള്ള ഒരു സാധുവിനെ, ഭക്തനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ പിന്നെ ഭൗതിക ബന്ധനത്തിന് കീഴ്പ്പെടേണ്ടിയും വരില്ല. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഹേ നളകുബീര മണിഗ്രീവന്മാരെ, ഇനി നിങ്ങൾക്ക് സ്വഭവനത്തിലേക്ക് മടങ്ങാം. എന്റെ ഭക്തിയുത സേവനത്തിൽ എപ്പോഴും മുഴുകിയിരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്നിൽ പ്രേമവും മമതയും വളരുവാനുള്ള നിങ്ങളുടെ ആഗ്രഹവും നിറവേറും. ഇനി ഒരിക്കലും നിങ്ങൾ ആ തലത്തിൽ നിന്ന് അധപ്പതിക്കുകയുമില്ല. അപ്പോൾ അഹങ്കാരവും ഒന്നും ബാധിക്കാതെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാനുള്ള അനുഗ്രഹവും ഭഗവാൻ അവർക്ക് നൽകി എന്നതാണ് സാരം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ശുകദേവ ഗോസ്വാമി തുടർന്നു, പരമദിവ്യോത്തമ പുരുഷൻ ഇങ്ങനെ ആ 2 ദേവകുമാരന്മാരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ മര ഉരലിൽ ബന്ധിതനായി കിടക്കുന്ന ഭഗവാനെ പ്രദക്ഷിണം വെച്ച് പ്രണമിച്ചിട്ട് ഭഗവാൻ കൃഷ്ണനോട് യാത്രാ അനുവാദവും വാങ്ങി അവർ സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങി. അങ്ങനെ നളകുബേരന്മാർക്ക് ആ വൃക്ഷത്തിൽ നിന്നും മോചനം ലഭിച്ചതും അവർ സ്വഗൃഹത്തിലേക്ക് മടങ്ങിയതും ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാനുള്ള ഒരു അവസരവും ഭാഗ്യവും സിദ്ധിക്കുകയും ഉണ്ടായത് ഈ അധ്യായത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു. ഹരിബോൽ ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ യമള അർജുന വൃക്ഷങ്ങളുടെ മോക്ഷപ്രാപ്തി എന്ന 10ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത ഭാഷ്യം ഇപ്രകാരം സമാപിക്കുന്നു. ഹരിബോൽ ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദയവായി ഇത് മാക്സിമം ആൾക്കാരിൽ എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹരിബോൽ ഹരേ കൃഷ്ണ. താങ്ക് യു.